പണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായ സമയത്ത് കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി അന്നത്തെ മന്ത്രിമാരോട് തങ്ങളെ കാണുന്ന മന്ത്രിമാരോട് ചോദിച്ചത്രേ, അരിയും തുണിയൊന്നുമില്ല, നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ എന്ന്. നാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി താഴേക്ക് നോക്കിയെന്നാണ് കേട്ടത്. മാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മലന്ന് നോക്കിയെന്ന്. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയില്ല, DA ഇല്ല, ലീവ് സറണ്ടർ ഇല്ല, പേ റിവിഷണർ ഇല്ല, അതേപോലെ ഇതൊന്നും കൊടുക്കാൻ പണമില്ല. സർക്കാരിൻ്റെ ഖജനാവിൽ 1 രൂപ പോലും ഇല്ല, എടുക്കാനില്ല. ചോദിച്ചാൽ പണ്ടത്തെ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയും കേന്ദ്രം തരുന്നില്ല എന്ന് പറയും. തൊഴിലുറപ്പ് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്കുള്ള അന്നുള്ള അന്നത്തിനുള്ള വകയാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. ആ തൊഴിലുറപ്പിനുള്ള പണം നൽകാൻ എന്താ തടസ്സമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കേന്ദ്രം തരുന്നില്ല. അതായത് കേന്ദ്രം പണം തരാത്തത് കൊണ്ട് തൊഴിലുറപ്പുകാർക്ക് പട്ടിണി ഇട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടത് ഈ തൊഴിലുറപ്പുകാർ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ട് പലരും ലിസ്റ്റിലില്ല, പലരും പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അല്ലെങ്കിൽ വിവാദമാകുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് വീണ്ടും തിരിച്ച് തൊഴിലുറപ്പിൽ അവർ മെമ്പറായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മറ്റൊരു കേസും കണ്ടു. ഒരു കോഴിക്കട അടച്ചുപൂട്ടുന്നത്രേ. നവകേരള സദസ്സിന് പണം കൊടുത്തിട്ടില്ല. അവർ ഒറ്റ കാരണം കൊണ്ട് കോഴികൾക്ക് തീറ്റ പോലും കൊടുക്കാൻ സമ്മതിക്കാതെ അടച്ചുപൂട്ടുന്നത് നമ്മൾ കണ്ടു. കോഴിക്കട അടച്ചതും അതുപോലെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാത്തതും ഒക്കെ അതിനനുബന്ധമായിട്ടുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്രത്തിന്റെ ഫണ്ട് വരാത്തതുകൊണ്ടാണ്, കേന്ദ്രം പണം കൊടുക്കാത്തതുകൊണ്ടാണ്. ഇനി തൊഴിലുറപ്പുകാർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു 10 റുപ്യ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വില കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വെച്ചാൽ സപ്ലൈകോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളുണ്ടോ? ഇല്ല. അവിടെ സാധനങ്ങൾ വാങ്ങാൻ വലിയ പ്രയാസമാണ്. കാരണം സപ്ലൈകോയിലേക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പണമില്ല. കാരണം എന്താ? കേന്ദ്രം പണം കൊടുക്കുന്നില്ല. കേന്ദ്രം പണം കൊടുത്താലല്ലേ ഇവിടെ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറയ്ക്കാൻ പറ്റൂ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പട്ടിണി ഇല്ലാതെ കഴിയാൻ പറ്റൂ. കേന്ദ്രത്തിന്റെ ഇത്തരം നിഷേധാത്മക നിലപാട് കൊണ്ട് ഇവിടെ തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അവർ നയിച്ചുകൊണ്ട് വരുന്ന പണം കൊടുത്ത് വില കുറച്ച് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങാനും പറ്റുന്നില്ല. ഇനി സപ്ലൈകോയിൽ ഇല്ല, റേഷൻ കടയിലോട്ട് പോകാൻ നോക്കിയാലോ? റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അരി വിഹിതം കുറഞ്ഞേക്കാം. നേരത്തെ കൊടുത്തതുപോലുള്ള അരി മറ്റ് സാധനങ്ങൾ ഇവിടെ കൊടുക്കാനില്ല, കേന്ദ്രം തരുന്നില്ല. പിന്നെ കേന്ദ്രം ഒരു 5 കിലോ ഗോതമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഗോതമ്പ് മാത്രമാണ് ഗോതമ്പായിട്ട് കൊടുക്കുന്നത്. ബാക്കി സർക്കാർ അതെടുത്ത് പൊടിച്ച് പാക്കറ്റിലാക്കി സർക്കാർ കൊടുക്കുന്നത് പോലെ കുറച്ച് പൈസയും കൂടെ ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആട്ട എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് ആട്ട. യഥാർത്ഥത്തിൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിനെ തങ്ങളുടെ മുതലാക്കി ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ പറയും റേഷൻ കടയിൽ സാധനങ്ങൾ ആവശ്യത്തിനില്ല, കേന്ദ്ര ഫണ്ട് തരുന്നില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി കേന്ദ്രം തരുന്നില്ല, പുറത്തുനിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല, ഭക്ഷ്യസാധനങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള കർഷകർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റുമോ? ഇവിടെയുള്ള കർഷകർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളം വാങ്ങാൻ നിവൃത്തിയില്ല. കാരണം വളത്തിന് ഭയങ്കര വിലയാണ്, വില കുറയുന്നില്ല. വളത്തിന്റെ സബ്സിഡിയോ മറ്റു കാര്യങ്ങളോ കേരള സർക്കാരിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? കേന്ദ്രം കൊടുക്കുന്നില്ല. കേന്ദ്ര ഫണ്ട് കൊടുക്കാതെ എങ്ങനെയാണ് ഈ വളത്തിന്റെ സബ്സിഡി കൊടുക്കാൻ കഴിയുക, വില കുറച്ച് വളം കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇവിടുത്തെ കാർഷിക അഭിവൃദ്ധി വർദ്ധിക്കുക? എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇറന്ന് കടം വാങ്ങിയോ ഭിക്ഷയെടുത്തോ ഏതെങ്കിലുമൊക്കെ നിലയിൽ അന്നുള്ള അന്നമുണ്ടാക്കി അല്ലെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു പോകുന്നു കരുതാം. എന്നാലും നാളത്തെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അങ്ങനെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉച്ചഭക്ഷണം ഇല്ല. ഉച്ചഭക്ഷണത്തിന് അരിയില്ല, പയറില്ല, അതുപോലെ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല, കൊടുക്കാൻ ഭക്ഷണമില്ല. ഇനി ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരല്പം കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് മറച്ചു വയ്ക്കാൻ കുറച്ച് അധ്യാപകരുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. ഇവിടെ എന്തായാലും ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പണമില്ല. പല ഹെഡ് മാസ്റ്റർമാരും അവരുടെ കയ്യിൽ നിന്ന് പണമെടുത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ അവർ കടം വാങ്ങി പലിശയ്ക്കെടുത്ത് ഒക്കെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അതും കേസ്. ഭക്ഷണത്തിലുള്ള വകുപ്പ് സർക്കാർ കൊടുക്കും, അതുമില്ല. ചുരുക്കം പറഞ്ഞാൽ വീടും പറമ്പും ജപ്തിയിലേക്ക് പോകുന്ന ഹെഡ് മാസ്റ്റർമാരുടെ അവസ്ഥ കൂടി വരുന്നു. എന്താ കാരണം? കേന്ദ്രം പണം കൊടുക്കുന്നില്ല. ഈ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പണം കേന്ദ്രം കൊടുത്താലല്ലേ സംസ്ഥാന സർക്കാരിന് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത്രയധികം ബുദ്ധിമുട്ടുന്ന ജനവിഭാഗങ്ങൾക്ക് 1 രൂപ വൈദ്യുതിയുടെ വില ഇനത്തിൽ കുറച്ചു കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കും? ഇല്ല. കാരണം കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല. കേന്ദ്രം പണം കൊടുത്താലല്ലേ കുറഞ്ഞ വിലയ്ക്ക് ഈ കേരള സർക്കാരിന് വൈദ്യുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോ വൈദ്യുതി ബില്ല് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഴ്ചയ്ക്ക് കൊടുക്കുന്നത്, അത് തന്നെ മാസത്തിന് കൊടുക്കുന്ന, ഡെയിലി കൊടുക്കുന്നത്, ഇങ്ങനെ എല്ലാം കൂടെ എഴുതി കൂട്ടി ഒരു വലിയ തുക ഈടാക്കേണ്ടി വരുന്നത് കേന്ദ്രം ഫണ്ട് കൊടുക്കാഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ വൈദ്യുതി ബില്ല് കണ്ടാൽ ചിരി വരും. നിങ്ങൾ അതിന്റെ ആകത്തുക നോക്കാതെ അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ എഴുതാൻ കാരണം കേന്ദ്രം പണം കൊടുക്കുന്നില്ല.
കേന്ദ്രം പണം കൊടുത്താൽ ഈ വൈദ്യുതി നിരക്ക് ഒരുപാട് കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ സാധാരണക്കാരൻ നിലവിളിയാണ് വീടില്ല എന്നുള്ളത്. ഒരു ഭവനമില്ല, സ്വന്തമായി കയറി കിടക്കാൻ നിവൃത്തിയില്ല. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ വീടില്ലാത്തവരുടെ അല്ലെങ്കിൽ വാസയോഗ്യമായ വീടില്ലാത്തവരുടെ പരിവേദനങ്ങളാണ് അവിടെയും ഉള്ളത്. അതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ലൈഫ് പെൻഷൻ പോലുള്ള പദ്ധതികളുമുണ്ട്. ആ പദ്ധതികൾ ഫലപ്രദമായി നടക്കണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം. കേന്ദ്രം പൈസ കൊടുക്കണില്ല. കേന്ദ്രം ഫണ്ട് കൊടുത്താലല്ലേ അത് മര്യാദയ്ക്ക് നടക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ? എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയെങ്കിലും സാധുക്കൾ അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ അരി വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പണമില്ല. പണമില്ലാത്ത ഒരവസ്ഥയിൽ 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ചില ഹോട്ടലുകൾ ഉണ്ടായിരുന്നു അവിടെയും ഇവിടെയും, സർക്കാർ ഭാഗ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൂടെ പങ്കാളിത്തത്തോടു കൂടി. ഇപ്പോൾ പലതും അടച്ചുപൂട്ടി, പലതും ഇപ്പോൾ ഇല്ല. എന്താ കാരണം? 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഫണ്ട് കൊടുക്കണില്ല. കേന്ദ്ര ഫണ്ട് കൊടുത്താലല്ലേ ഇവർക്ക് 20 രൂപയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ കേരള സർക്കാർ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇനി ഒരു പടി കൂടി കടന്നാൽ ഈ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? പോരാ. എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? അങ്ങനെ ചികിത്സിക്കാനായി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പണമില്ലാത്തവർക്ക് ചികിത്സിക്കാൻ വേണ്ടി കാരുണ്യ പദ്ധതിയുണ്ട്. കാരുണ്യ ചികിത്സാ പദ്ധതി. സംഗതി കാരുണ്യ ലോട്ടറി നന്നായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്. ആ ഫണ്ടൊക്കെ ചില വായിൽ പോകുന്നത് കൊണ്ടാണ് കാര്യം നടക്കാത്തത്. അത് രഹസ്യമായ പരസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. എങ്കിലും ഈ കാരുണ്യ പദ്ധതിയിൽ ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം തരണ്ടേ? കേരളം പിരിച്ചെടുക്കുന്ന പണമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ കേന്ദ്രം തരുന്നില്ല. അപ്പോൾ കേന്ദ്രം തരാഞ്ഞാൽ ഈ ചികിത്സാ ഫണ്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരുണ്യ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തികൾക്ക് ചികിത്സിക്കാനും കഴിയില്ല. അപ്പോൾ ഈ ചികിത്സാ ഫണ്ട് അനുവദിക്കാൻ കഴിയാത്തതിന് പ്രധാന കാരണം കേന്ദ്രം ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ കേരള സർക്കാരിന് കഴിഞ്ഞ 7 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ വാണം പോലെ നമ്മുടെ ഖജനാവിലെ പണം തീർന്നു പോയി. അതുപോലെ തന്നെ കടവും കുതിച്ചു കയറി. എന്നാൽ ഇത്രയധികം കടം കുതിച്ചു കയറിയ ആ കടത്തിനൊത്ത് എന്തെങ്കിലും കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. മറ്റാരൊക്കെയോ ചെയ്ത, മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും ചില പ്രൊജക്റ്റുകളല്ലാതെ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഈ സർക്കാർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് പുതുതായി നടപ്പിലാക്കി പൂർത്തിയാക്കിയ എത്ര പദ്ധതികളുണ്ട്, എത്ര എണ്ണമുണ്ട്? എവിടെയെങ്കിലും പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറയാമോ? അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരു പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഖജനാവിൽ ഇത്രയും കോടി കടമാകാൻ കാരണം എന്താണ്? അവിടേക്ക് ആ കടമെടുത്ത ഫണ്ടൊക്കെ എങ്ങോട്ടാണ് ഒഴുകിപ്പോയത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ഇത് സർക്കാർ പറയണം. സംഗതി ഇത് പറയാതെ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇത്രയും നേരം നമ്മൾ കേന്ദ്രം തരാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് കേരളം തരുന്നതിനെ കുറിച്ച് പറയാം. ഇവിടെ മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്. ഈ സാധാരണക്കാരെ പോലെ അല്ലവർ. ഇവർ രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാരുടെ ചികിത്സയ്ക്ക് രാജകീയ ചികിത്സ തന്നെ വേണം. ചിലപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കേണ്ടി വരും, അത് ലണ്ടനിൽ പോയി ചികിത്സിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കേണ്ടി വരും. 5 സ്റ്റാറും 7 സ്റ്റാറും ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കേണ്ടി വരും. അതിന് കോടിക്കണക്കിന് രൂപ വേണം. അതിനൊക്കെ ഫണ്ടുണ്ട്, അതൊക്കെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതിന് കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നൊരു പരാതി പറഞ്ഞ് കേൾക്കണില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു തമാശയാണ് കണ്ണട വാങ്ങിയത്. 35,000-40,000 റുപ്യൻ്റെ കണ്ണട വാങ്ങിയേ പറ്റൂ. ഓരോ മണിക്കൂറിലും വായിക്കുന്നതാണ്, കൂടുതൽ വായിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ പവറുള്ള കണ്ണട വേണം എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു ചില മന്ത്രിമാരൊക്കെ. പക്ഷേ അത്രയധികം കണ്ണടകളും അതുപോലെ പെർഫ്യൂമും അങ്ങനെ കുറേ പണം ഇടയ്ക്കിടയ്ക്ക് വേണം. 6 മാസം 1 വർഷം കൂടുമ്പോൾ ധാരാളം പണം ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഈ ഭരണാധികാരികൾക്ക്, ഈ ഭരണകർത്താക്കൾക്ക് ഇതുപോലെ ധൂർത്തടിക്കാൻ ആവശ്യമായ പണം അത് കേരളത്തിന്റെ ഖജനാവിലുണ്ട്. അതിന് കേന്ദ്രം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ ഈ ഫണ്ട് എങ്ങനെ വന്നു? ഇനി കണ്ണടയും അതുപോലെ ബാക്കി പെർഫ്യൂമും ഒക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഏതായാലും നാറിക്കിടക്കുകയാണ്. നാട്ടുകാരുടെ മുന്നിലിറങ്ങുമ്പോൾ നാറാതിരിക്കാനും നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ ഓടാനും കണ്ണടയും പെർഫ്യൂമും ഒക്കെ ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് അത് ഓക്കെ, അങ്ങനെയെന്ന് പറയാം. പക്ഷേ ഇവർ വിദേശത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മുഖ്യമന്ത്രി കുടുംബസമേതം പോകുന്നത് കണ്ട്. അതുപോലെ പലരും പോകുന്നുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടൂറടിക്കലാണ്. അത് വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറടിക്കുകയാണ്. അതുപോലെ വമ്പന്മാരെ സൽക്കരിക്കുക, വമ്പന്മാരുടെ സൽക്കാരം സ്വീകരിക്കുക. സാധാരണക്കാരെ എടുക്കൂല. അപ്പോൾ നവകേരള സദസ്സിൽ നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ സാധാരണക്കാര് അവിടെ അങ്ങനെ ഇരിക്കെ അവരൊന്നും മുഖം കാണിക്കാതെ അവരെല്ലാം വേദിയിൽ തങ്ങളുടെ ഖ്വാ വിളി മാത്രം കേൾപ്പിക്കാൻ അവിടെ ഇരുത്തിക്കൊണ്ട് ഇവർ പാഞ്ഞു പോയത് അവിടുത്തെ പൗരപ്രമുഖന്മാരായ കോടീശ്വരന്മാരുടെ വീട്ടിലാണ്. ബൂർഷയൊക്കെ പണ്ട്. അങ്ങനെയുള്ളവർ ഈ മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ സൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരികെ ഒരു സൽക്കാരം വേണമല്ലോ.
അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് അവരെ സൽക്കരിക്കണം. പിന്നെ വലിയ വലിയ ആഘോഷങ്ങൾ വേണം. ഇപ്പോൾ കേരളീയം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടന്നു. കേരളത്തിൻ്റെ തനതായ കലകളെ പരിപോഷിപ്പിക്കാനും ലോകത്തെ അറിയിക്കാനും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ്. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾ കൂടും. ആ CPM നടത്തുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ അവിടെ കൂടും. കാര്യം അവർക്കൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടിയെ ശോഭനയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ വരും. എന്നിട്ട് അതൊക്കെ നമ്മുടെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞതും കേട്ടു. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ആഘോഷങ്ങൾക്കും അതുപോലെ ഈ ധൂർത്തിനും ഈ സൽക്കാരങ്ങൾക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ല, അതുകൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞു കേട്ടില്ല. കേന്ദ്രം ഫണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കേന്ദ്രം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ നടക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മന്ത്രിമാരുടെ ആഡംബര വാഹനങ്ങൾ നമുക്കറിയാം. അടുത്ത കാലത്താണ് മുഖ്യമന്ത്രിയുടെ കാറ് മാറ്റിയത്. കീ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം മുഖ്യമന്ത്രി നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഈ ബുൾജിറ്റ് സഹോദരന്മാരുടെ ഓൾ ഇന്ത്യ യാത്ര ഒന്ന് കണ്ടത്. അദ്ദേഹം നോക്കിയപ്പോൾ അവർ പോലും ഈ ബുൾജെറ്റ് ലിബിനും യബിനും സഞ്ചരിക്കുന്നത് പോലും ഇവിടെ കാരവാനിലാണ്. ഈ ഡൂക്കിൽ പിള്ളേർ കാരവാനിൽ നടക്കണമെങ്കിൽ ഈ രാജാവായ മുഖ്യമന്ത്രിയൊക്കെ ആയ ഞാൻ ഈ ഉണക്ക കാറിൽ നടക്കേ. അപ്പോൾ പിന്നെ കാരവാൻ വേണം. അങ്ങനെ കാരവാൻ വാങ്ങാനുള്ള പദ്ധതിയുണ്ട്. പിന്നെ നീന്തൽക്കുളമുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, 1.5 അടി കയറാനുള്ള ലിഫ്റ്റ് ഉണ്ട്, തൊട്ടടുത്ത മുകളിലേക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ സ്വർണ്ണം പൂശിയ കർട്ടൻ ഉണ്ട് എന്ന് വേണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഈ ടൂർ അടക്കമുള്ള സകല കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ധൂർത്തിനും നവകേരള ധൂർത്ത് അടക്കമുള്ള ധൂർത്തിനും ഒക്കെ കോടിക്കണക്കിന് രൂപ, 100 കണക്കിന് കോടി രൂപ ചെലവുണ്ട്. ആ പണമൊക്കെ നമ്മുടെ ഖജനാവിലുണ്ട്. അതിനൊന്നും കേന്ദ്ര ഫണ്ട് ചോദിക്കുന്നില്ല, കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പരാതിയുമില്ല. എന്താ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? 7.5 വർഷത്തെ ഈ ഭരണം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ബാക്കിയുള്ളവരുടെയും ഭരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് എന്തെങ്കിലും ഈ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ കസേരയിൽ ഇരുത്തിയ അധികാരവും ചെങ്കോലും ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്ത ഈ അധികാരികൾ, ഈ മന്ത്രിമാർ, ഈ രാജാക്കന്മാർ അവരുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവർ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ ദാസന്മാരാണ് അവർ, കാര്യമൊക്കെ ശരി, പക്ഷെ എങ്കിലും അവർ ജനങ്ങൾക്ക് 3.5 കോടി ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം ഫണ്ട് തരണം, അല്ലെങ്കിൽ നടക്കൂല. എന്നാൽ സ്വന്തം കാര്യം, ഈ കസരയിലിരിക്കുന്ന ഈ പുങ്കവന്മാരുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഫണ്ടും വേണ്ട, ഒരുത്തൻ്റെ ഫണ്ടും വേണ്ട, ഒന്നിൻ്റെ ആവശ്യവുമില്ല. ഒരു കേന്ദ്ര ഫണ്ടും വേണ്ട, ആരുടെ ഫണ്ടും വേണ്ട, ഒരു പരാതിയുമില്ല. അതിനാവശ്യമായ ഫണ്ട് ഇവിടെ ഉണ്ട്. അതെടുത്ത് ചെലവഴിച്ചുകൊണ്ട് ധൂർത്തടിക്കുകയും ചെയ്യാം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഇതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്?